ഏർവാടി ദീനിനു വേണ്ടി ജീവൻ കൊടുത്ത രക്തസാക്ഷികളുടെ മണ്ണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ കീളക്കര ടൗൺ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏർവാടി മദീനയിലെ ഒരു വഴിയുടെ നാമമായിരുന്ന ഏർബദ് എന്ന പേരിൽ നിന്നാണ് പിൽക്കാലത്ത് ഏർവാടി രൂപപ്പെട്ടതെന്ന് ചരിത്രങ്ങളിൽ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്ന നിർദ്ദേശപ്രകാരം ഖുത്ബുസ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദിഷാ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഇന്ത്യയിലെത്തി ആദ്യഘട്ടം വടക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഇസ്ലാമിക പ്രബോധനം നടത്തുകയും തിരിച്ച് മദീനയിലേക്ക് മടങ്ങുകയും ചെയ്തു. വീണ്ടും കടൽ മാർഗം സഞ്ചരിച്ച് സയ്യിദ് ഇബ്രാഹിം ബാദിഷാ തങ്ങളും സംഘവും കേരളത്തിലെ കണ്ണൂരിൽ കപ്പലിറങ്ങി കൊച്ചി, ആലപ്പുഴ, വിഴിഞ്ഞം, കായൽപട്ടണം, തിരുനെൽവേലി, മധുര തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചു. ഈ സന്ദർഭത്തിൽ പല തവണകളിലായി നടന്ന യുദ്ധങ്ങളിൽ മഹാനവറുകളുടെ സംഘത്തിലുള്ള പലരും രക്തസാക്ഷികളായി. 12 വർഷത്തോളം സുന്ദരമായ ഭരണം നടത്തി അവസാനം പാണ്ഡ്യന്മാരുമായുള്ള യുദ്ധത്തിൽ മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടിയായ മഹാനവറുകളും ഷഹീദായി. കാലങ്ങൾക്ക് ശേഷം നല്ല ഇബ്രാഹിം എന്ന സാത്വികരെ സ്വപ്നനിർദ്ദേശത്തിലൂടെ കാടുപിടിച്ചു കിടന്ന ഏർവാടി കാണിക്കുകയും മഹാൻ അവിടെയെത്തി പരിചരണം ഏറ്റെടുക്കുകയും ചെയ്തു. കാലത്ത് രാമനാഥപുരം ഭരിച്ചിരുന്ന രാജാവിന് കുഷ്ഠരോഗം പിടിപെടുകയും മദീനയിലെ മണ്ണിൻ്റെ സാന്നിധ്യമുള്ള ഏർവാടിയിലെ മണ്ണിൽ നിന്നും രോഗശമനത്തിനു വേണ്ടി ഉപയോഗിച്ച് അത്ഭുതകരമായി രോഗം മാറിയ വാർത്ത നാടെങ്ങും കീർത്തി കേൾക്കുകയും വിശ്വാസികൾ ഏർവാടിയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. പൈശാചിക ബുദ്ധിമുട്ടുകൾ, കഠിനമായ രോഗങ്ങൾ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയെത്തുന്നവർക്ക് ആശ്വാസത്തിൻ്റെ അമൃത് ചൊരിഞ്ഞ് അന്നും ഇന്നും സയ്യിദ് ഇബ്രാഹിം ബാദിഷാ തങ്ങളും അവിടുത്തെ മാതാവ്, ഭാര്യ, മക്കൾ അടങ്ങിയ കുടുംബാദികൾ ഉൾപ്പെടെ നിരവധി മഹത്തുക്കൾ ഈ പുണ്യമണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ചരിത്രവിശേഷങ്ങൾ തുടരും. ഇനിയും കാണാം.